ആഹാ നല്ല അടിപൊളി അച്ചാറായല്ലേ ശരണ്യ? സൂപ്പർ അച്ചാറാണ് ശരണ്യ. എന്താ? ആഹാ ബീഫ് അച്ചാർ ഇടാൻ തുടങ്ങിയ? നെല്ലിക്ക ഒന്ന് കാണിച്ചെടുത്ത് കൂട്ടുകാരൻ. അയ്യോ ഞാനിപ്പോ താമസിച്ചു പോയല്ലേ കൂട്ടുകാരെ. അങ്ങനെ കണ്ടത് നമ്മുടെ നെല്ലിക്ക അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. തണുക്കാൻ വേണ്ടി മൂടി വെച്ചാ ആവി വെള്ളം വീഴും, അതുകൊണ്ടാ മൂടി വെക്കാത്ത. അപ്പൊ കൂട്ടുകാരെ ഇതേ ശരണ്യ ഇതേ കുറെ ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നൊക്കെയാണെന്നൊന്ന് പറഞ്ഞു. വെളുത്തുള്ളി, പച്ചമുളക്, ഉണക്കമുളക്, ഇഞ്ചി, ഇത്ര സാധനമാണ് ബീഫ് അച്ചാർ വേണ്ട. പിന്നെ പുറമെ നമുക്ക് പൊടികൾ ചേർക്കാം. പിന്നെ വേറെ നമ്മള് ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലേ? നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിരിക്കുകയാണ് നമ്മള്. അല്ല നമ്മള് മറ്റേ അച്ചാറിട്ടത് വെളിച്ചെണ്ണയിലല്ലേ? നല്ലെണ്ണയിലാണ്. ഇതെല്ലാം ഞാൻ പറയാൻ കാര്യം എന്നെ കൊണ്ടാണ് മേടിപ്പിച്ചത്, അതുകൊണ്ടാണ്. എണ്ണ ചൂടായിട്ടപ്പോ നമുക്ക് കുറേശ്ശെ ബീഫ് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ആദ്യം അങ്ങനെ ചെയ്യണം അല്ലേ? അങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം അല്ലേ? അപ്പൊ ഇങ്ങനെ ഒന്ന് എല്ലാം ഇട്ട് മൂപ്പിച്ചിട്ടൊക്കെ കാണിക്കാം. ശരണ്യ ശരണ്യ ഒറ്റക്ക് ചെയ്യുവോ അതാ അമ്മേനെയൊക്കെ വിളിക്കണം? അമ്മ അച്ഛനും ഒക്കെ പാക്കിങ് തിരക്കിലാണ്. ശരണ്യ അത് കാരണമാണ് ഒറ്റക്കുള്ള പാചകമാണ്. എന്താ കിട്ടുക? അപ്പൊ ഇതൊക്കെ മുമ്പ് ഞങ്ങൾ വീഡിയോ തുടങ്ങിയ അവസരത്തിൽ ആദ്യം ഒരു ബീഫ് അച്ചാർ ചെയ്തായിരുന്നല്ലേ? അതന്ന് നമ്മൾ കോവിഡ് സമയത്താണ് നമ്മൾ അത് ചെയ്തത്. അന്നൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു, കടയിലൊക്കെ കൊണ്ടുപോയി വിൽപ്പനയൊക്കെ നടത്തി. പക്ഷെ അത് നമുക്ക് മുതലാകുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന ചേരുവയൊക്കെ വെച്ച് ചെയ്തിട്ട് നഷ്ടം വന്നു. അതോടുകൂടി സ്റ്റോപ്പാക്കി. പിന്നെ നമ്മൾ തുടങ്ങിയിട്ടേ ഇല്ല. പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ കൂട്ടുക. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി ബീഫൊക്കെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ അല്ലേ? ആണല്ലേ? അതെ അതെ. എന്ന് വെച്ചാൽ ജലാംശം ഒട്ടും ഉണ്ടാകരുതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പതയൊക്കെ അങ്ങോട്ട് മാറിയൊക്കെ വരട്ടെ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ പാക്കിങ്ങും തിരക്കുകളൊക്കെ ആയ കൊണ്ടാണ് വീഡിയോയിൽ വരാത്തത്. ശരണ്യ എവിടം വരെ നമ്മുടെ ഇറച്ചിയൊക്കെ വറുത്ത? അടിപൊളിയാക്കി. ഇതാ കേൾക്കുന്ന രീതി ആക്കി. എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നാലും ചീത്തയാകത്തില്ല. ആഹാ. അപ്പൊ നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക്. അപ്പൊ ഇനി കടുക് പൊട്ടിക്കണം. ഇല്ല, ഉലുവ ഇടും. അപ്പൊ ഇതിന് എണ്ണ വേണം കേട്ടോ. എപ്പോഴും വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറച്ചി വെച്ചാൽ എണ്ണ വേണം. അപ്പൊ അതാണ് ഇപ്പൊ ഈ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ഇതിന് ഇത്രയും ചേരുവകയല്ലേ? പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ഉള്ളു. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാ വേവിച്ചെടുത്തത് കേട്ടോ. നമുക്ക് ഇഞ്ചി ഇടാം. കൂട്ടുകാരെ അങ്ങനെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി അതിന്റെ പുറകെ പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമുളക് ഇടുമ്പോ ശരണ്യ സൂക്ഷിക്കണം കേട്ടോ, പൊട്ടിത്തെറിക്കാൻ ഇടയുണ്ട്. ഇച്ചിരി ദൂരെ മാറി നിന്നു. ഞാൻ സഹായിച്ചു തന്നാ ശരണ്യ? ആണല്ലേ? ചെയ്യാൻ പറ്റും. മൂത്ത് വന്നല്ലേ? അപ്പൊ ഇന്ന് ഒന്ന് മൂത്ത് വന്നിട്ടൊക്കെ വെളുത്തുള്ളി ഇടണം അല്ലേ? അപ്പൊ ഇതൊന്ന് മൂത്ത് വന്നിട്ട്, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി വലുതാണ്. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ എല്ലാരും തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയാം. അതെ. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി കൂട്ടുകാരെ, നിങ്ങൾ ചിലരൊക്കെ വിളിക്കുന്ന ടൈം ചിലപ്പോൾ ഉച്ച നേരത്തൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ക്ഷമിക്കുക. ഒത്തിരി ക്ഷമ ചോദിക്കുന്നു. കാരണം നമ്മുടെ തൊഴിൽ തിരക്കിൻ്റെ ഇടക്കായതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതെ പോകുന്നത്. അതെ. ഉണക്കമുളക് കൂടി അതിലാക്കിട്ടു. അപ്പം അതൊന്നും ഒരു പിണക്കത്തിനിടയാകരുത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞു. വെളുത്തുള്ളി ഇടിയാണ്. അപ്പം ഇനി വെളുത്തുള്ളി കൂടി ഇട്ട്
ചെറിയ മൂപ്പ് വരുമ്പോ ഇത് മൊത്തം കോരുവാ? കോരത്തില്ല, ഇന്നത്തെ നമ്മൾ ബീഫ് ഇട്ട് മുളക് പൊടി ഇടും. ആണല്ലേ? അപ്പൊ പരിപാടി പെട്ടെന്ന് നോക്കി. പരിപാടി പെട്ടെന്ന്. ആഹാ, ബീഫ് കുറെ വറുക്കാൻ താമസം വരും. ഇതൊക്കെ ഈ വിദേശത്തൊക്കെ പോണവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റാണല്ലേ? കേടുകൂടാതെയൊക്കെ ഇരിക്കും. ഇതുപോലെ ചെയ്താൽ മതി. നമ്മളൊരു പ്രാവശ്യം ചെമ്മീനൊക്കെ ഇട്ടതൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? പിന്നെ കക്കാർച്ചി ഇട്ടു, ബീട്രൂട്ട് അച്ചാർ ഇട്ടു, നാരങ്ങ അച്ചാർ ഇട്ടു. അതെ, ഇതിലേക്ക് എല്ലാം അതിന്റെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നമ്മൾ ഇട്ടതല്ലേ? അതെല്ലാം കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന വീഡിയോ വീണ്ടും എടുത്തിടുന്നേ ഉള്ളൂ. ഇതിപ്പോ ഇങ്ങനെ എണ്ണ കിടന്ന് തിളക്കണ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷെ ആ ഭംഗി തെറിച്ച് മുഖത്തൊന്നും വീഴല്ലേ എന്റെ ശരണ്യ? ബീഫ് ഇടാം. അങ്ങനെ ബീഫൊക്കെ ഇട്ടേച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അതെ ശരണ്യ അതിലേക്ക് കുരുമുളക് പൊടി കൂടി ഇട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? കുരുമുളക് അത്യാവശ്യം കേട്ടോ. അതൊക്കെ നമ്മൾ തന്നെ പൊടിപ്പിക്കുന്ന കുരുമുളകാണ് ഏറ്റവും നല്ലതല്ലേ? കായം ചേർക്കണം. കായം അത് ഇച്ചിരി മതിയല്ലേ? ഒരു മണം വരാൻ വേണ്ടി അച്ചാറാണെന്നുള്ള അങ്ങനെ എല്ലാരും ചേർക്കാറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ ചേർക്കുമല്ലേ? പക്ഷെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. നല്ല അതെ. അപ്പൊ അതെ, തീ കുറച്ച് വെച്ചിട്ട് അപ്പൊ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ കുറച്ചുണ്ട്, മുളക് പൊടി ഇടാം. അത് ആവശ്യത്തിന് ചേർക്കണം. എന്താ ചാറ് വേണ്ടവർക്ക് ഇച്ചിരി മിന്നായി ഒഴിച്ച് കൂട്ടണം. ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടണം. ഇത് കാശ്മീർ മുളക് പൊടി ആയിട്ട് എരിവാണ്. അതെ കൂട്ടുകാരെ, അങ്ങനത്തെ ശരണ്യത ഇത് ഇളക്കിയൊക്കെ കൊടുത്തപ്പോ കണ്ട നല്ല ഭംഗിയായി. ഈ ചുമപ്പ് അറിയാലോ കാശ്മീർ മുളക് പൊടി. അതെ അതെ അതെ. അങ്ങനെ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് തണുത്ത് ഇച്ചിരി മിന്നായി ഒഴിച്ച് എടുക്കണം, ഉപ്പ് ഇടണം. ആഹാ, നല്ല അടിപൊളി അച്ചാറായല്ലേ ശരണ്യ? സൂപ്പർ അച്ചാറാണ് കൂട്ടുകാരെ. ഇത് കാണുമ്പോ തന്നെ നമുക്ക് ഒരു ഇച്ചിരി എടുത്ത ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് മുളക് കിട്ടിയാലും മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടാ ശരണ്യ. അപ്പൊ നമ്മുടെ കൂട്ടുകാരുടെ വിനാഗിരി ഒഴിച്ച കാര്യമൊന്നും അടിപൊളിയാണല്ലേ? കണ്ട സൂപ്പർ അച്ചാറാണ്. അപ്പൊ കൂട്ടുകാർ നമ്മുടെ അച്ചാറിന്റെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കണം. നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. ഇന്ന് ശരണ്യ ഒറ്റയ്ക്കുള്ളു പറയാനും. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ഇതുപോലെ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് കണ്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാർ തന്നെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ നല്ലൊരു വീഡിയോക്ക് വരുന്നവരെ ബൈ.